കാണുന്നുണ്ടോ സ്ക്രീൻ ഇപ്പോൾ? ഓക്കെ, നോക്കൂ. നമുക്കപ്പോൾ പാസ്കലിലുള്ള സി ആണ് നമ്മുടെ ഇൻപുട്ട്. പാസ്കൽ സി ആണ് നമ്മുടെ പാസ്കൽ എന്ന് ജസ്റ്റ് കൺസിഡർ, ഞാൻ പി സി ചെയ്താണ്. പാസ്കൽ സി ആണ് ഇൻപുട്ട്. കൺവേർട്ട് ചെയ്യുന്നത് സിയിലേക്കാണ്, റൈറ്റ്? അപ്പോൾ സി ലാംഗ്വേജ് സിസ്റ്റത്തിന് മനസ്സിലാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? അതിനെ C++ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. പി സി ഉണ്ട്, പുതിയ ബേസ് വർക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് പാസ്കൽ സി, ദാറ്റ് ഇസ് എ സോഴ്സ് ലാംഗ്വേജ്. ഞാൻ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് സിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതാണ് എൻ്റെ ഡെസ്റ്റിനേഷൻ ലാംഗ്വേജ്. അതിന് ഇന്റർമീഡിയറ്റിൽ സി യൂസ് ചെയ്യുന്നു. സി സിസ്റ്റത്തിന് മനസ്സിലാവില്ല. അഗൈൻ ഞാൻ എന്ത് ചെയ്യും? സി സോഴ്സ് ലാംഗ്വേജ് ആയിട്ട് എടുക്കും. റൈറ്റ്? സി സോഴ്സ് ലാംഗ്വേജ് ആയിട്ട് എടുക്കും. വേറെ ഏതെങ്കിലും ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ഐ, റൈറ്റ്, ഞാൻ എന്ത് ചെയ്യും? C++ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ഐ എന്ന് മാത്രമേ ഞാൻ ഇവിടെ എഴുതുന്നുള്ളൂ. ഏത് ലാംഗ്വേജ് എന്ന് പറയുന്നില്ല. ഒന്നുകിൽ അസംബ്ലി ലാംഗ്വേജ് ആവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ AL എന്ന് എഴുതാം. ഓക്കെ, ഹലോ? അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ സി തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഒരു ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്, ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് ഐ യൂസ് ചെയ്യുന്നു. ഇപ്പം ഐ സിസ്റ്റത്തിന് മനസ്സിലാവുകയാണെങ്കിൽ കൺവേർഷൻ എങ്ങനെ നടക്കും? ഐ ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് അത് അതിന് മനസ്സിലാവുന്ന വിചാരിച്ചു. അപ്പൊ കൺവേർഷൻ എങ്ങനെ നടന്നു? പി സിനെ സിയിലേക്ക് കൺവേർട്ട് ചെയ്തു ബൈ യൂസിങ് ഏത് ലാംഗ്വേജ് ആയിരുന്നു ഞാൻ യൂസ് ചെയ്തത്? C++ ഇന്റർമീഡിയറ്റിൽ. ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് രണ്ടും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഞാൻ ഇവിടെ എന്താ ചെയ്തത്? ഇതിനെ സിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്റർമീഡിയറ്റ്ലി ഒരു ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ് ഐ യൂസ് ചെയ്തു. അതിന്റെ നടുക്ക് പി സിനെ സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയം ഞാൻ നോർമൽ സി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനെ C++ലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്നൊരു ഐ എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാൻ നോർമൽ സിയിലേക്കുള്ള കൺവേർഷൻ കൊണ്ടുവന്നത്. ഓക്കെ ആയോ? ഇവിടെ ഇപ്പം C++നെ C++ അല്ലല്ലോ, നമ്മളിവിടെ ഇങ്ങനെയല്ലേ വരുന്നത്? PC to C ബൈ യൂസിങ് ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ലാംഗ്വേജ് ഐ. ഇതിൽ നിന്ന് പി സിയിലേക്ക് സിയിലേക്ക് പോകുന്ന വഴിക്ക് അതൊരു സി വന്നു, ഒരു C++ വന്നു, ഒരു ഐ വന്നു. ഇങ്ങനെയാണ് അതിന്റെ ഒരു എന്താ പറയുക ഫ്ലോ വരാം. ഞാനൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട്. ഇപ്പൊ ഞാൻ പറയുവാണ്, നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നല്ലേ? ഈ ഇവിടെ എഴുതിയിരിക്കുന്ന റിട്ടേൺ നോട്ട്സ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല. സപ്പോസ് വി വോണ്ട് ടു റൈറ്റ് എ ക്രോസ് കമ്പൈലർ ഫോർ എ ന്യൂ ലാംഗ്വേജ് എക്സ്. Okay, and the implementation language for this compiler say Y. The target code being generated is in language Z. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് തന്നിരിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട് എക്സ്. നമുക്ക് സോഴ്സ് ലാംഗ്വേജ് എക്സ് എന്ന് എഴുതാലോ, ആണല്ലോ. നമുക്ക് ഇതിന്റെ ടാർഗറ്റ് ലാംഗ്വേജ് എന്താ? വൈ. അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെഡ് ആണ് ടാർഗറ്റ് ലാംഗ്വേജ്, വൈ ആണ് ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. That means we are going to create XYZ. ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ വായിക്കുന്നത് XYZ. Okay. Now, if existing compiler Y runs on a machine M and generate a code for M, then we denote YMM. അപ്പോൾ എങ്ങനെയാ YMM വരാൻ നോക്കിയേ? ഓക്കെ, എക്സ് ആദ്യം ജനറേറ്റ് ചെയ്തത് എക്സ്, ഫൈനൽ കോഡ് സെഡ്. അതിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന കോഡാണ് എക്സ് ഉണ്ട്. എക്സ് ആണ് ഇൻപുട്ട്, സെഡ് ആണ് ഫൈനൽ ഔട്ട്പുട്ട്. അതിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇന്റർമീഡിയറ്റ് വൈ ജനറേറ്റ് ചെയ്തു. ഇനി വൈ ഇൻപുട്ട് ആയിട്ട് ഞാൻ എം ജനറേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു?
എം എന്ന് പറയുന്ന സോഴ്സ് കോഡ് യൂസ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഈ അടുത്തടുത്ത രണ്ട് സാധനങ്ങൾ, ഈ വൈയും കണ്ടോ, അത് രണ്ടും എപ്പോഴും സെയിം ആയിരിക്കണം. എന്തുകൊണ്ടാ? ഈ ഇന്റർമീഡിയറ്ററി ലാംഗ്വേജ് ആണ് അടുത്തതിന് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ദീസ് ടു ലാംഗ്വേജ് മസ്റ്റ് ബി സെയിം. വൈ എം ജനറേറ്റ് ചെയ്തു, എം യൂസ് ചെയ്തിട്ട് എമ്മിനെ ജനറേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഈ എമ്മിനെ യൂസ് ചെയ്തിട്ട് സെറ്റ് ജനറേറ്റ് ചെയ്യുന്നു. അപ്പൊ ഞാൻ എങ്ങനെ കൺവേർഷൻ നടത്തി? എക്സ് വൈ സെറ്റിനെ ആദ്യം വൈ എമ്മിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിനെ ഞാൻ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തു? എക്സ് എം സെറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു. ക്ലിയർ ആയോ? അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഈ രണ്ടും സെയിം ആയിരിക്കും. അതിൽ ഈ രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ നേരത്തെ നിങ്ങൾ എക്സാമ്പിൾ എന്നോട് ചോദിച്ചില്ല, അവിടെ C++ മനസ്സിലാവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടില്ലേ ഈ ഡയഗ്രത്തില്? ഇവിടെ ഐ യൂസ് ചെയ്ത് C++. ഞാൻ ഈ C++ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു ഐ വന്നു കഴിഞ്ഞാൽ ഇത് സെയിം ആവില്ല. അപ്പൊ എന്തായാലും ഇവിടെ C++ തന്നെ വരണം, ഇവിടെ സി തന്നെ വരണം. അങ്ങനെ ടി ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്യാം. കൺവേർഷൻ ഇങ്ങനെ വരാം, പാസ്കൽ C to C by using an intermediary language I. ഓക്കെ ആയോ? മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും ഓർക്കേണ്ടത്, while drawing the T diagram, we can create the compiler in many different ways, but while drawing it, you have to be very clear, like here these two language should be always same and these two should be always same. Then നിങ്ങൾ നോക്കിയ വേറൊരു എക്സാമ്പിൾ എഴുതുവാണ്. Compiler which takes C language and generate assembly language as output. അപ്പോൾ C ആണ് ഇൻപുട്ട്, അതാണ് ഇവിടെ C എന്ന് കൊടുത്തിട്ടുള്ളത്. Assembly language is output with the availability of a machine language. Assembly language യൂസ് ചെയ്തിട്ടാണ് അതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ we write compiler for a small C assembly language. C ഔട്ട്പുട്ട്, ഇത് സോഴ്സ്, ഇത് ടാർഗറ്റ്, ഇത് ഇംപ്ലിമെന്റേഷൻ ലാംഗ്വേജ്. അതാണ് കമ്പൈലർ പണിയേണ്ടത്. അടുത്ത കേസിലോ ASM മനസ്സിലാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? Using the small subset of C for CO, the source language of the C compiler is written like this: C CO A. മൂന്നാമത്തെ നോക്കി നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് നമുക്കറിയാം. C ലാംഗ്വേജ് ഉണ്ട്, C ലാംഗ്വേജിനെ അസംബ്ലി ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ബൈ യൂസിങ് CO. അപ്പോൾ ടി ഡയഗ്രത്തിൽ ഇങ്ങനെ വരുമല്ലോ. ഓക്കെ, ഇനി ഞാൻ അടുത്ത ടി ഡയഗ്രത്തിൽ ഈ സിഒനെ ആണല്ലോ കൺവേർട്ട് ചെയ്യുക, സബ്സെറ്റ് ഓഫ് സിന്റെ. CO വരുന്ന സമയത്ത് ഈ ഇവിടെ എന്ത് വരും? CO തന്നെ വരും. അതുകൊണ്ട് ഇത് രണ്ട് സെയിം ആയിരിക്കണം, CO. ഇനി എന്താ എങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എനിക്ക്? ASMലേക്ക്. ഐ എം യൂസിങ് അനദർ അസംബ്ലി ലാംഗ്വേജ് ASM. അതിന് അടുത്തത് വരുന്ന സമയത്തോ ഇവിടെയുള്ള ഈ ASM കറക്റ്റ് ആയിരിക്കണ്ടേ? ASM C ASM ASM. അപ്പൊ ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം, ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം. Thus we generate the compiler written in ASM which compiles C and generate the code in ASM. Clear ആയില്ലേ? ക്ലിയർ ആയില്ലേ? അനഘ, അഞ്ജലി, ദേവിക, ജസ്ന, നേഹ, റിസ്വിൻ, ശ്രദ്ധ, സംഗീത്, സഹല, അറിയൂ? ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ മസ്ന? കീർത്തന, നിതിൻ ബാബു? ഇല്ല. ഓക്കെ, അപ്പൊ ഇനി ബൂട്ട് സ്ട്രാപ്പിംഗ് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ബൂട്ട് സ്ട്രാപ്പിംഗ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ.
അപ്പൊ നിങ്ങൾ സ്ലൈഡ്സിലുള്ളത് വേറെ ഡിഫറെന്റ് നൊട്ടേഷൻ ആണ്, അതുകൊണ്ട് ഇപ്പൊ ഞാനത് പറയുന്നത് എനിക്ക് ഇതായിരിക്കും കംഫർട്ടബിൾ. SIT എന്നുള്ളതാണ് നിങ്ങൾക്ക് എടുത്തിട്ടുള്ളത്, നിങ്ങൾ അത് തന്നെ പഠിച്ചാൽ മതി. ഞാനിപ്പോ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടും ഈ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ബൂട്ട് സ്ട്രാപ്പിംഗ് ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ചെറിയൊരു ടോപ്പിക് ഉണ്ട്, കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഡയഗ്രാം വരക്കുന്ന ട്രാൻസിഷൻ ഡയഗ്രാം വരക്കുന്ന പറഞ്ഞായിരുന്നു കേട്ടോ. ട്രാൻസിഷൻ ഡയഗ്രാം പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കോമ്പണൻസ് ഓഫ് ട്രാൻസിഷൻ ഡയഗ്രാം വരക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഈ റെക്കഗ്നേഷൻ ഓഫ് ടോക്കൺസിന്റെ കേസ് അവിടെ സ്റ്റോപ്പ് ചെയ്തതല്ലേ? Components of start, control flow, accepting state ഒക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേഷണൽ ഓപ്പറേറ്ററിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം, ദെൻ കീവേഡിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. അത് രണ്ടും പറഞ്ഞിട്ടുണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിപ്പോ കീവേഡ് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്തതിലേക്ക് പോവാം. ഇത് കാണുന്നില്ലേ സ്ലൈഡ്? ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ ഐഡന്റിഫയേഴ്സ് എങ്ങനെ വരിക? അതിന് മുമ്പ് ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ റിലേഷൻ ഓപ്പറേറ്റർ എന്താ വരും? ഞാൻ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് 0 സ്റ്റാർട്ട് ചെയ്യുന്നു. ലെസ് ദാൻ ആണെങ്കിൽ 3 കേസ് ഏതൊക്കെ? ലെസ് ദാൻ ഉണ്ടാവും, ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ടാവും, നോട്ട് ഈക്വൽ ടു ഉണ്ടാവും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിലേഷൻ ഓപ്പറേറ്റർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ലെസ് ദാൻ, ഈ 3 കേസസ്. ലെസ് ദാനിൽ 3 കേസ് വരൂല്ലേ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു, ഈ 3 കേസ്. അതുപോലെ 0 ഗ്രേറ്റർ ദാൻ ആണെങ്കിലോ അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇനി ഐഡന്റിഫയേഴ്സിന്റെ കേസിലാണെങ്കിൽ ഐഡന്റിഫയേഴ്സിന്റെ റൂൾ എന്താ? ഇറ്റ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ലെറ്റർ ആൻഡ് ഡിജിറ്റ്. അതല്ലേ നമ്മുടെ ഇതിന്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല്. അപ്പൊ നോക്കിയേ, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഐ എം സ്റ്റാർട്ടിങ് വിത്ത് 9. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ് ഇവിടെ 9 കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സ്റ്റാർട്ടിങ് വിത്ത് 9, സ്റ്റേറ്റ് 9. നോർമലി എപ്പോഴും ഏതൊരു സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി റൗണ്ട് റെപ്രസെന്റ് ചെയ്യും. ഡബിൾ ലൈൻ ആണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? അക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്. ഇതിന്റെ മീനിങ് എന്താ? റിപ്പീറ്റിംഗ്. റൈറ്റ്? ഇപ്പൊ ഈ ഒരു ആരോ കാണിക്കുന്നത് കൺട്രോൾ ഫ്ലോ ആണ് കാണിക്കാൻ വേണ്ടി. സോ ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ലെറ്റർ ഫോളോഡ് ബൈ എനി നമ്പർ ഓഫ് ലെറ്റർ ഓർ ഡിജിറ്റ്. ഫൈനലി വി വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതാണ് ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ കീവേഡ്സ്. ഇതൊരു ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? വേറെ 2 ട്രാൻസിഷൻ ഡയഗ്രാം ഫോർ അൺസൈൻ നമ്പേഴ്സ് ഞാൻ നിങ്ങളെ നോട്ടിൽ തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ അത്രയാണ്. അപ്പോൾ അത്രയാണ് നിങ്ങളുടെ മൊഡ്യൂൾ 1 പറയാനുള്ളത്. നമുക്കൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ് മൊഡ്യൂൾ 1 നമ്മൾ ഡിസ്കസ് ചെയ്തെന്ന് നോക്കാം. മൊഡ്യൂൾ 1 നോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്, PPT ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ട്. ക്ലാസ് റൂമിന്റെ ലിങ്ക് ഞാൻ ആർക്കെങ്കിലും ഒരാൾക്ക് ക്ലാസ് റൂമിന്റെ കോഡ് ഞാൻ അയച്ചുതരാം. അതിൽ ജോയിൻ ചെയ്താൽ ഇതുവരെയുള്ള എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയേ, ബോട്ട്സ് നമ്മളിപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പൈലർ, അനാലിസിസ് ഓഫ് സോഴ്സ് പ്രോഗ്രാം പറഞ്ഞ്, ഫേസസ് ഓഫ് കമ്പൈലർ പറഞ്ഞിട്ടുണ്ട്, ഗ്രൂപ്പിംഗ് ഓഫ് ഫേസസ്, കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ്, പിന്നെ ബൂട്ട് സ്ട്രാപ്പിംഗ് എന്ന് പറഞ്ഞത്. പിന്നെ ലെക്സിക്കൽ അനാലിസിസിൽ റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ, ഇൻപുട്ട് ബഫറിംഗ്, സ്പെസിഫിക്കേഷൻ ഓഫ് ടോക്കൺ, റെഗുലർ എക്സ്പ്രഷൻ, ഫൈനൈറ്റ് ഓട്ടോമാറ്റ, റെക്കഗ്നിഷൻ ഓഫ് ടോക്കൺ. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂളിൽ. ഇതിലുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇനി ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം. Okay, read the first question. Draw the transition diagram for the regular definition
റിലേഷണൽ ഓപ്പറേറ്റർ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇപ്പൊ ഞാൻ വരച്ച് കാണിച്ചു തന്നിട്ടില്ലേ, ഇപ്പൊ നോട്ടിൽ കാണിച്ച ഡയഗ്രാമില്, ഈ ഡയഗ്രാം ഇതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതാണ് പഠിക്കേണ്ടത്. ഇതാണ് റിലേഷൻ ഓപ്പറേറ്ററിന്റെ ട്രാൻസ്ലേഷൻ ഡയഗ്രം, ഈ ഡയഗ്രാം. ക്വസ്റ്റ്യൻ 1 ഓക്കെ ആണല്ലോ? അപ്പോ അതിന് എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് an example source language statement explain token, lexeme and pattern. ടോക്കണും ലെക്സിമും പാറ്റേൺ എന്തോ നമ്മൾ പഠിച്ചിട്ടില്ല ഫസ്റ്റിലൊക്കെ ഡെഫിനേഷനിലതല്ലേ പഠിച്ചത്. എന്തായിരുന്നു ടോക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാല്? എ പെയർ കൺസിസ്റ്റിംഗ് ഓഫ് ടോക്കൺ നെയിം ആൻഡ് ആട്രിബ്യൂട്ട് വാല്യൂ, റൈറ്റ്. പാറ്റേൺ ആണെങ്കിലോ എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഫോം ദാറ്റ് എ ലെക്സീം ടോക്കൺ മേ ടേക്ക്. അതായത് ലെക്സീമിനുണ്ടാവുന്ന പാറ്റേൺ ആണ്, ഏത് ഷേപ്പ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പാറ്റേൺ ടോക്കണിന് ലെക്സീമിന് റെപ്രസെന്റ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ പാറ്റേൺ എന്നത്, റൈറ്റ്. ലെക്സീം എന്ന് വെച്ച് കഴിഞ്ഞാലോ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ ദ സോഴ്സ് പ്രോഗ്രാം. നിങ്ങളുടെ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണ് പഠിക്കേണ്ടത്. നോക്കി അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അപ്ലൈ bootstrapping to develop a compiler for a new language P on machine N. Now I have a compiler for P on machine N. Apply bootstrapping to obtain compiler for P on machine M. So നിങ്ങൾ ചെയ്തു നോക്കാവോ? നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ. ജസ്റ്റ് നോട്ട് ഓൺ ദ ക്വസ്റ്റ്യൻ. അപ്ലൈ ബൂട്ട്സ്ട്രാപ്പിംഗ്, ഈ തേർഡ് ക്വസ്റ്റ്യൻ ഇന്ന് നമ്മൾ പഠിച്ചില്ല, നാളെ ഇതിന് ആൻസർ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇന്ന് ഓർമ്മിപ്പിച്ചാൽ മതി. അപ്ലൈ ബൂട്ട്സ്ട്രാപ്പിംഗ് ടു ഡെവലപ്പ് എ കമ്പൈലർ ഫോർ എ ന്യൂ ഹൈ ലെവൽ ലാംഗ്വേജ് പി. ഏത് മെഷീൻ? എൻ, റൈറ്റ്. സോ അപ്ലൈ ബൂട്ട്സ്ട്രാപ്പിംഗ് ടു ഒബ്റ്റെയിൻ കമ്പൈലർ ഫോർ പി ഓൺ മെഷീൻ എം. ഇങ്ങനെയാണ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്രോസ് കമ്പൈലർ. ഇത് നമ്മൾ പറഞ്ഞല്ലേ ക്രോസ് കമ്പൈലർ എന്താണ്? നോട്ട് ചെയ്തോ ക്വസ്റ്റ്യൻ? ആദർശ്, അനഘ, ജസ്ന, അഖിൽ സി പോൾ എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ മക്കളെ? ഓക്കെ, ശരി. ക്രോസ് കമ്പൈലർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദി ഇൻപുട്ട് ബഫറിംഗ് സ്കീം ഇൻ ലെക്സിക്കൽ അനലൈസർ. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് ഏതൊക്കെയാണ് ലെക്സിക്കൽ അനലൈസർ സ്കീമും 1 ബഫർ സ്കീമും 2 ബഫർ സ്കീമും ബഫർ പെയറും അതിൽ സെന്റിനൽ അറ്റാച്ച് ചെയ്യുന്നതും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൺസ്ട്രക്ട് എ റെഗുലർ എക്സ്പ്രഷൻ ടു ഡിനോട്ട് എ ലാംഗ്വേജ് അക്സെപ്റ്റിംഗ് ഓൾ സ്ട്രിങ്സ് that contain zeros and 1 that do not contain substring 0 1 1. റെഗുലർ എക്സ്പ്രഷൻ എഴുതാനാ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ ഓൾറെഡി TOC പഠിക്കുന്നതാണ്. എങ്ങനെയാ? 0 1 1 എന്ന് പറഞ്ഞ സ്ട്രിങ് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ എന്താ ബാക്കിയുള്ള സീറോസും 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഒരുമിച്ച് വന്നാൽ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. കൺസ്ട്രക്ട് എ റെഗുലർ എക്സ്പ്രഷൻ ഡിനോട്ട് എ ലാംഗ്വേജ് L over sigma is equal to 0 to 1 accepting all strings. This one. പിന്നെ 6th ക്വസ്റ്റ്യൻ അറിയാലോ. എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഫേസസ് ഇൻ കമ്പൈലർ. നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 7th ക്വസ്റ്റ്യൻ. Scanning the source code in compiler can be speeded up by using input buffering scheme. Input buffering ആകുമ്പോൾ നെക്സ്റ്റ് ഫെച്ച് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസും കൂടി ഉണ്ടാവും. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഡ്രോ ദ DFA
ഫോർ ദ റെഗുലർ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് എ ബി ബാർ എ ബി എ ബി ബി ബാർ എ പ്ലസ് ബി. ഡി എഫ് എ വരക്കാൻ അറിയാമോ നിങ്ങൾക്ക്? എ ബി ബി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എ ഓർ ബി. then any number of a or b. Eighth question. അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. അല്ല, തേർഡ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. തേർഡ് ക്വസ്റ്റ്യനും ഫിഫ്ത്ത് ക്വസ്റ്റ്യനും എയ്ത്ത് ക്വസ്റ്റ്യനും. അടുത്ത explain how the regular expression and finite automata can be used for the specification of and recognition of token. നമ്മൾ കഴിഞ്ഞ ദിവസം റൂളൊക്കെ ഡിസ്കസ് ചെയ്തല്ലേ. explain the working of different phases of a compiler. ഇത് അറിയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ explain compiler writing tools. ഇത് നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ. 12th question നോക്കിയ state the role of lexical analyzer. Identify the lexeme and the corresponding token in the following statement. printf simple interest equal to percentage f star n comma si. ഇതിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ലെക്സീംസ് അവർ ലെക്സീംസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലത്തെ പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇതൊന്ന് ചെയ്ത് നോക്കുക. 12ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 13ാമത്തെ എക്സ്പ്ലെയിൻ എനി 3 tools that help a programmer in building compiler efficiently. ഓക്കെ, കമ്പൈലർ റൈറ്റിംഗ് ടൂൾസ് ചോദിച്ചിട്ടുള്ള. പിന്നെ ട്രേസ് ഔട്ട്പുട്ട് ഓഫ് എ പ്ലസ് ബി സ്റ്റാർ സി എ പ്ലസ് ബി സി സ്റ്റാർ 10. നമ്മൾ മറ്റേ ഇനീഷ്യൽ പ്ലസ് പൊസിഷൻ ഇൻറ്റു റേറ്റ് ഇൻറ്റു 60 എന്ന് പറഞ്ഞ എക്സാമ്പിൾ പഠിച്ചിട്ടില്ലേ, ഫേസസ് ഓഫ് കമ്പൈലർ. അതേപോലെ അതിലുള്ള സ്റ്റെപ്സ് പറഞ്ഞിട്ടില്ലേ. സ്റ്റെപ്സ് നമ്മളിങ്ങനെ ഒരു ഡയഗ്രാം പഠിച്ചിട്ടില്ലേടാ, ഇതുപോലെ. ആദ്യം സി ഈക്വൽ ടു എ പ്ലസ് ബി സ്റ്റാർ 5 ആണെങ്കിൽ ലെക്സിക്കൽ അനലൈസർ എന്ത്, സിൻടാക്സ് അനലൈസർ എന്ത്, സെമാന്റിക് അനലൈസർ എന്താ ജനറേറ്റ് ചെയ്യാൻ, ഇതുപോലത്തെ ഒരു എക്സാമ്പിൾ പഠിച്ചില്ലേ. അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. എ ഈക്വൽ ടു ബി പ്ലസ് സി സ്റ്റാർ 10. ഷോ ദ ഫോളോയിങ് ഗ്രാമർ ഇസ് ആംബിഗ്വസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇല്ല, ഇത് അടുത്ത മൊഡ്യൂൾ. 15th ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുവരെ ക്ലിയർ ആണല്ലോ. ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അറിയാതെ ഉണ്ട് ഏതെങ്കിലും? എന്തെങ്കിലും ഉണ്ടെന്ന് പറ. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ മക്കളെ? കീർത്തന, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ഇതുവരെ പറഞ്ഞില്ല ഏതെങ്കിലും ടോപ്പിക് നിങ്ങൾക്ക് അറിയാതെ മനസ്സിലാവാതെ ഉണ്ടോ മൊഡ്യൂൾ 1-ല്? അതുകൊണ്ട് നമ്മൾ മൊഡ്യൂൾ 1 കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇപ്പൊ തന്നിരിക്കുന്ന ആ ക്വസ്റ്റ്യൻ ബാങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇല്ലേ, അതൊന്ന് ചെയ്ത് നോക്കണേ.
ക്ലിയർ അല്ലേ? ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇതില്. തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രോബ്ലംസ്. ഓക്കെ, സോ അത്രയാണ് ഇതിലുള്ളത്. തന്നിരിക്കുന്ന 3, 5, 8 ഈ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് നോട്ട് ചെയ്യുക. അത് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെയിറ്റ്. ശരി, അറ്റൻഡൻസ് പറഞ്ഞു. ആകാശ്, അഭിനന്ദ്, അഭിനവ്. ഹലോ, ആകാശ്, അഭിനവ്, അഭിനവില്ലേ? അഭിനന്ദ്. ഓക്കെ. ആദർശ്, അദ്വൈത്, അജ്മൽ മുനീസ്, പോൾ, അനഘ, അഞ്ജലി, അനുഗ്രഹ്, അതിൻ, അതുൽ, ദേവിക, ദിൽന, മസ്ന, ഷെറിൻ, കാർത്തിക്, കീർത്തന, സിനാൻ, ഇജാസ്, നഫ, നേഹ, നിതിൻ ബാബു, പ്രണവ് എ, പ്രണവ് സി, റൈസ, റസാന, റിസ്വിൻ, റോഷൻ, സഹല പി, സഹല എൻ, സംഗീത്, സാരംഗ്, ഷിറൂൺ, ശ്രദ്ധ, വിഷ്ണു, വൈഷ്ണവി, ശ്രീഷ്മ, അഞ്ജിത, ഷിറോണ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മൊഡ്യൂൾ 1 കഴിഞ്ഞു. ഇനി ഒരു ദിവസം ഇതിൻ്റെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. മോസ്റ്റ്ലി അത് വെനസ്ഡേ നടക്കട്ടെ. ഈ വീക്കിൽ നിങ്ങൾക്ക് അസൈൻമെന്റ് ആവില്ലേ? പറയടാ, നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം.